മനോവ ബൈബിൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ വിവരം നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ആപ്പിൾ സ്റ്റോറിലും മനോവ ബൈബിൾ ഉടനെ തന്നെ ലഭ്യമാകുന്നതായിരിക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ ബൈബിളിൻ്റെ ഒരുപാട് പരിഭാഷകൾ മിക്കവാറും എല്ലാ ഭാഷകളിലും തന്നെ വളരെ എളുപ്പം ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മനോവ ബൈബിളിൻ്റെ പ്രസക്തി എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 4-ാം വാക്യം POC ബൈബിളിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: വിഗ്രഹങ്ങൾ എന്നൊന്ന് ഈ ലോകത്തിലില്ല എന്നൊരാശയം അവിടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ബൈബിള് എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: വി നോ ദാറ്റ് ആൻ ഐഡൽ ഈസ് നത്തിങ് അറ്റ് ഓൾ ഇൻ ദ വേൾഡ്. POC ബൈബിളിൽ വിഗ്രഹങ്ങൾ എന്നൊന്ന് ഈ ലോകത്തിൽ ഇല്ല എന്നെഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ വിഗ്രഹങ്ങൾ ഒന്നുമല്ല എന്ന് എഴുതിയിരിക്കുന്നു. അർത്ഥം മാറിപ്പോയി. പശു ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷെ അർത്ഥം മാറിപ്പോയി. ഒന്നിൽ വിഗ്രഹങ്ങൾ എന്നൊന്ന് ഈ ലോകത്തിൽ ഇല്ല എന്ന് എഴുതിയിരിക്കുമ്പോൾ വേറൊരു പരിഭാഷയിൽ എഴുതിയിരിക്കുന്നു വിഗ്രഹങ്ങൾ ഒന്നുമല്ല എന്നെഴുതിയിരിക്കുന്നു. ഇപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മനോവ ബൈബിളിൻ്റെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. പരിഭാഷകളിൽ ഒരുപാട് പിശകുകൾ ഉള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അർത്ഥവ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മനോവ ബൈബിളിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ചിലർ പറയും ചെറിയ വ്യത്യാസമൊന്നും കുഴപ്പമില്ല എന്ന് പറയും. ഇവര് ഉത്തരം തരേണ്ടത് സൃഷ്ടിയുടെ പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. അബ്രഹാമിനെ അബ്രഹാം എന്നാക്കി പേര് മാറ്റുന്നു ദൈവം. സൃഷ്ടിയുടെ പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യത്തിൽ സാറായിയെ സാറ ആക്കി മാറ്റുന്നു. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചെറിയ വ്യത്യാസം കുഴപ്പമില്ലെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് ബൈബിളിലുള്ള സകല പേരുകൾക്കും അർത്ഥങ്ങളുണ്ട്. സത്യദൈവത്തിൻ്റെ സത്യനാമം യേശുവാഹ് എന്നാണ്. ലോക ചരിത്രത്തെ ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ച ഒരു സിനിമയായിരുന്നു പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്തതാണ്. അതിനകത്ത് പരിശുദ്ധ കന്യകാമാതാവ് യേശുവായെ വിളിക്കുന്നത് യേശുവാഹ് എന്നാണ്. നിങ്ങൾക്ക് സംശയമുള്ളവർ ആ സിനിമ കണ്ടു നോക്കുക. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ ദൈവജനത്തോട് എന്ത് പറയാൻ ഉദ്ദേശിച്ചോ അത് കൃത്യമായി മനോവ ബൈബിളിൽ അർത്ഥവ്യത്യാസമില്ലാതെ എഴുതപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രസക്തി. മനോവ ബൈബിൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ അഭിഷേകം കടന്നു വരുന്നു എന്ന് ഞാൻ ഉറപ്പു പറയുന്നു. പുരാതന ഗ്രന്ഥങ്ങൾ POC ബൈബിളിൽ 46 പുസ്തകങ്ങളാണ് നിലവിലുള്ളത്. അതിൽ 7 പുസ്തകങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാർ അവരെ എടുത്തിട്ടില്ല. അതിൻ്റെ എബ്രായ എഴുത്തുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അപ്പോക്രിഫ എന്ന് പറയുന്നത്. പ്രൊട്ടസ്റ്റന്റുകാർക്ക് 39 ഉള്ളൂ. POCയിൽ 46 പുസ്തകങ്ങളുണ്ട്. ഈ 39 പുസ്തകങ്ങളുടെ എബ്രായ എഴുത്തുകൾ ജെറുസലേമിൽ ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആ മൂലകൃതികളോട് പൂർണ്ണമായും നീതി പുലർത്തി 39 പുസ്തകങ്ങൾ മനോവയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത്. ഇനിയും അടുത്ത 7 പുസ്തകങ്ങൾ അപ്പോക്രിഫ, അത് POC ബൈബിളിലുണ്ട്. ഇതിൻ്റെ എബ്രായ മൂല എഴുത്തുകൾ ഇല്ല. അപ്പോൾ മനോവ അവലംബിച്ചിരിക്കുന്നത് ചാവുകടൽ ചുരുളുകൾ, ലാറ്റിൻ ബൈബിള്,
ജർമ്മൻ ബൈബിള്, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പരിഭാഷകളെല്ലാം വിശദമായി എടുത്ത് പരിശോധിച്ച് ദൈവം എന്താണോ ദൈവജനത്തോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്, ഇതിൻ്റെ എബ്രായ മൂലകൃതികൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉറപ്പുവരുത്തി ആ 7 പുസ്തകങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നു. ഇതാണ് മനോവ ബൈബിളിൻ്റെ അടുത്ത പ്രസക്തി. അതുകൊണ്ടാണ് പൂർണ്ണമായും എബ്രായ എഴുത്തുകളോട് നീതി പുലർത്തി എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. 39 പുസ്തകങ്ങൾ അത് എബ്രായ മൂലകൃതികളുണ്ട്. 7 പുസ്തകങ്ങളുടെ ചാവുകടൽ ചുരുളുകൾ, ജർമ്മൻ ബൈബിള്, ലാറ്റിൻ ബൈബിള്, കൂടുതൽ ആധികാരികമായത്, ഇതെല്ലാം പരിശോധിച്ച് മനോവ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മനോവ ബൈബിളിൽ 73 പുസ്തകങ്ങളാണ്. ഇനി നവീന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ എബ്രായ മൂലകൃതികൾ ഇവർ നശിപ്പിച്ചു കളഞ്ഞു, സത്യദൈവത്തിൻ്റെ സത്യനാമം ഇല്ലാതാക്കാൻ വേണ്ടി. ഇതിൻ്റെ നിലവിൽ ഉള്ളത് ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയത്, മറ്റ് അനേകം പരിഭാഷകൾ ഒക്കെയാണ് നിലവിലുള്ളത്. ഈ നവീന ഗ്രന്ഥങ്ങളിൽ തന്നെ, അതായത് യേശുവ സംസാരിക്കുമ്പോൾ പ്രവാചകന്മാരെയും നിയമങ്ങളെയും പറ്റി പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ എബ്രായ മൂലകങ്ങളിലുണ്ട്. അതും പരിശോധിച്ച് വീണ്ടും ജർമ്മൻ, ലാറ്റിൻ, ചാവുകടൽ ചുരുളുകൾ ഇതെല്ലാം പരിശോധിച്ച് എബ്രായ മൂലഗ്രന്ഥങ്ങളോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തി നവീന ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതിൻ്റെ കൂട്ട് എബ്രായ ഭാഷയിൽ എസ് എന്ന് പറയാറില്ല. ഗ്രീക്കിലാണ് അങ്ങനെ എസ് ഉള്ളത്. നമ്മൾ POC ബൈബിള് അല്ലെ മറ്റു പല ബൈബിളും എടുത്തു നോക്കുമ്പോൾ തിമോത്തിയോസ്, ലൂക്കോസ്, യഥാർത്ഥത്തിൽ എസ് എന്ന് പറയുന്ന വാക്ക് എബ്രായ ഭാഷയിൽ ഇല്ല. അതെല്ലാം മാറ്റി ഗ്രീക്ക് പൈശാചികത പൂർണ്ണമായും ഒഴിവാക്കി മനോവായിൽ എഴുതപ്പെട്ടിരിക്കുന്നു. തിമോത്തി, ലൂക്ക, കൊറിന്തിയോസ് അല്ല, കൊറിന്തി, ഉൽപ്പത്തി അല്ല, സൃഷ്ടി. ഉൽപ്പത്തി എന്ന് പറയുന്നത് വലിയൊരു പൈശാചികതയാണ്. ദൈവം സൃഷ്ടിച്ചതാണ് ഈ ഭൂമിയെ, സൃഷ്ടി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏത് സഭാ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇന്ന് നിലവിൽ ഒരു മനോവ ബൈബിൾ ഉണ്ടായിരിക്കട്ടെ. ഈ ബൈബിൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അഭിഷേകം കൊണ്ടുവരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിൻ്റെ പിറകിൽ വലിയ ഒരു പ്രയത്നവും കാത്തിരിപ്പുമുണ്ട്. ഒരുപാട് വിയർപ്പൊഴുക്കി, ഒരുപാട് പണം ചെലവഴിച്ച്, ഒരുപാട് കാത്തിരിപ്പിന് ഒടുവിലാണ് ഈ ബൈബിൾ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിന് വലിയ വില കൊടുത്തതാണ്. നിങ്ങൾക്കും ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള അവസരം ദൈവം നൽകിയിട്ടുണ്ട്. ജർമ്മനിയിലെ ഒരു ചെറിയ മുറിയിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അനേക വർഷങ്ങൾ, ഏതാണ്ട് 6 വർഷവും 7 മാസവും എടുത്താണ് ഈ ബൈബിള് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ പിറകിൽ വലിയ ത്യാഗമുണ്ട്. നിങ്ങൾക്കും ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുകാരാകാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ബ്രദറിൻ്റെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യദൈവത്തിൻ്റെ സത്യനാമം യേശുവാഹ് എന്നാണ്. അവൻ പ്രത്യേകിച്ച് ഈ അന്ത്യകാലഘട്ടത്തിൽ അവൻ ഒലിവ് മലയിൽ കാൽ ചുവട്ടുമ്പോൾ അവന് ഏകനാമം മാത്രമായിരിക്കും.
പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും മനോവ ബൈബിൾ ഉണ്ടായിരിക്കട്ടെ. ഇത് വലിയൊരു അസറ്റാണ്. അത് നിങ്ങൾ അനുഭവിച്ചറിയുക. ദൈവം അനുഗ്രഹിക്കട്ടെ.